നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ടറോട്ട് ലവ് എനർജീസിന്റെ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്ക്, കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കയറി നോക്കുക. ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ. ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു. അതെ, ഇന്നത്തെ വായന തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റിലൂടെയും നിങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ളൊരു സംഭാഷണം നടക്കാതെയും വളരെയധികം ബുദ്ധിമുട്ടി വിഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വായന ഉപകാരപ്രദമാകുന്നതായിരിക്കും. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സത്യസന്ധമായിട്ടുള്ള ഉദ്ദേശം, ഊർജം, താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള മുഴുവനായിട്ടുള്ള ഊർജമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. വിശ്വാസത്തോടെയും ക്ഷമയോടു കൂടിയും ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഊർജത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായിട്ട് ലഭിച്ചിട്ടുള്ളത് നീതി തന്നെയാണ്. ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉറപ്പായിട്ടുള്ള ഒരു നീതി ലഭിക്കും അല്ലെങ്കിൽ ലഭിക്കണം എന്നുള്ള രീതിയിലാണ് പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഊർജത്തിൽ ഒരുപാട് വിരഹദുഃഖം അനുഭവിക്കുന്ന കവിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയോ മനോഹരമായി സമാധാനത്തോടെ ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. വളരെ സന്തോഷിച്ച് സംതൃപ്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു. സാധിക്കാത്തതോ അല്ലെങ്കിൽ സ്വയം സാധിക്കാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതോ, ഇത്തരം ഒരു കൺഫ്യൂഷനിലാണ് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാണ് ഈ പേഴ്സണും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ദൈവത്തെ ഒരുപോലെ സമീപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഗണപതി ഭഗവാനെയാണ് കാണിക്കുന്നത്. ആ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ അത്രമേൽ ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗണപതി ഭക്തരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. കാരണം ഈ ഒരു ദൈവത്തിന്റെ ഊർജ്ജമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് വഴിപാടുകളും തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളല്ലെങ്കിൽ ഈ വ്യക്തിയെങ്കിലും ചെയ്യുന്നുണ്ടാകണം. ഈ ദൈവമാണ് നിങ്ങളെ രണ്ടുപേരെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദൈവത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവായ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ തേടി ഒരു സന്തോഷ വാർത്ത വരുന്നതായിരിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജമാണ് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. കാരണം നീതിമാൻ, അല്ലെങ്കിൽ നീതി വരുന്ന ഒരവസ്ഥ, നീതി ലഭിക്കുന്ന ഒരവസ്ഥ, ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിരഹദുഃഖം നിങ്ങൾ രണ്ടുപേരും ഓരോ നിമിഷവും കാർന്ന് തിന്നുമെങ്കിൽ പോലും അതിനെല്ലാം അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനുമുള്ള മനക്കട്ടി, മനോധൈര്യം അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഇവിടെ ക്യൂൻ ഓഫ് എയറും അതുപോലെ കിങ് ഓഫ് എയറുമാണ് ലഭിച്ചിട്ടുള്ളത്. രാജാവിനെയും രാജ്ഞിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് തന്നെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടും അല്ലെങ്കിൽ നല്ലൊരു ലക്ഷണവുമായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ ഊർജം നോക്കുകയാണെങ്കിൽ വളരെയധികം കുലീനതയോടു കൂടിയും താഴ്മയോടു കൂടിയും പക്വതയോടു കൂടിയും കാര്യങ്ങളെ ഗ്രഹിച്ച് കാണുകയും ഈ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും സന്തോഷപൂർവ്വം ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ താഴ്മയുള്ള സ്വഭാവ പ്രകൃതമുള്ള വ്യക്തികളുടെ സാന്നിധ്യമാണ് അധികമായി കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നത്. ഈ വ്യക്തിയാണെങ്കിൽ പോലും ഇത്രയും കാലം വളരെയധികം തിരക്ക് പിടിച്ച ഒരു ജീവിത ശൈലിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയും ഈ വ്യക്തിയെ കൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള അഹങ്കാരത്തോടു കൂടി ഈ വ്യക്തി വഴിമാറിപ്പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അത് ഈ വ്യക്തി ഓരോ നിമിഷവും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് എന്നാണോ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് പോയത്, ആ നിമിഷം മുതൽ തൊട്ട് തന്നെയാണ്.
ഇത് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നതും കൂടുതൽ കൂടുതൽ ആകർഷണം താല്പര്യം തോന്നുന്നതും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവും അല്ലെങ്കിൽ വളരെയധികം അതിശയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുക്കുന്നത്. ഇവിടെ നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പ്രണയത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, പ്രേക്ഷകരായ നിങ്ങൾ ഏത് അറ്റം വരെയും പോകാനും അല്ലെങ്കിൽ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കുവാനും തയ്യാറാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വരുന്ന പല കാര്യങ്ങളും സത്യസന്ധമായിട്ട് നടക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്ന് കാണിക്കുന്നു. ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുകയും നിങ്ങൾക്കതൊരു മാനിഫെസ്റ്റേഷനായി മാറുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും നിങ്ങളുടെ മനസ്സിൽ വരുന്നതും സ്വപ്നത്തിൽ കാണുന്നതും എല്ലാം തന്നെ നിങ്ങൾ വളരെ വ്യക്തമായി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്നും തന്നെ വെറുതെയാണ് എന്നുള്ള രീതിയിൽ വിട്ടുകളയരുത്. എന്തിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും അടയാളങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി വിഷമിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതോ ആയിട്ടുള്ള ചിന്തകൾ, അങ്ങനത്തെ ഒരു ചിന്തകൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉടലെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ സാന്നിധ്യം താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങളിൽ കുറച്ച് ലിമിറ്റേഷൻസ് വെക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് ഡിമാൻഡിങ് എനർജിയിലേക്ക് വരുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഇവിടെ പലപ്പോഴും ഒരുപാട് താഴ്ന്നു പോകുന്നുണ്ട്. ഒരുപാട് താഴ്മയോട് കൂടി നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ചില സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു താഴ്മയെ വില തരണം എന്നില്ല, നിങ്ങൾക്ക് വില നൽകണം എന്നില്ല. അപ്പോ അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺഫിഡൻസിൽ നിൽക്കാനായിട്ട് ശ്രമിക്കണം. അമിതമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോകാനല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും കുറച്ച് ധൈര്യത്തോടു കൂടി കുറച്ച് അകലം പാലിച്ച് നിങ്ങളുടേതായിട്ടുള്ള ആത്മാഭിമാനത്തോടു കൂടി നിൽക്കാൻ ശ്രമിക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, നോ കോണ്ടാക്ട് റൂള് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ എപ്പോഴാണ് ഈ വ്യക്തിയുമായി സംസാരിക്കാൻ വരുന്നത്, ഈ വ്യക്തിക്ക് മെസ്സേജ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉള്ളതായിട്ട് കാണപ്പെടുന്നു. വളരെയധികം തിരക്ക് പിടിച്ച ഒരു സാഹചര്യമാണ് ഈ വ്യക്തിക്ക് ചുറ്റിനും ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതിലേക്കൊന്നും കണ്ണോടിക്കാതെ മനസ്സ് കൊടുക്കാതെ നിങ്ങളെ മാത്രം നോക്കി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. നിങ്ങളുടെ വളരെയധികം ശാലീനമായിട്ടുള്ള സൗന്ദര്യം, ശാന്തമായിട്ടുള്ള സ്വഭാവം, കുലീനത ഇതൊക്കെ തന്നെയാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മറ്റാരും ഈ വ്യക്തിയെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യവും ഈ പേഴ്സൺ അറിയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചില സത്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു പിണക്കം അല്ലെങ്കിൽ സെപ്പറേഷൻ ഇതൊക്കെ നല്ലതാണ് ഒരു പരിധി വരെ. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ തന്റെ രാജകുമാരിയെ പെട്ടുപോയതിന് വിഷമിച്ചു നിൽക്കുന്ന രാജകുമാരനെയും അല്ലെങ്കിൽ നേരെ തിരിച്ചോ ആണ് ഈ ഒരു സാഹചര്യം ഇന്നത്തെ കാർഡ്സിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്ന് ഈ വ്യക്തിക്ക് പറയുവാൻ കാരണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുവാൻ കാരണം, തീർച്ചയായിട്ടും മാനസികപരമായിട്ട് തകർന്നു പോകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ കൂടെ നിന്ന വ്യക്തികൾ ചതിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവര് തീർച്ചയായിട്ടും ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ മുതലെടുത്തിട്ടുണ്ടാകാം. അങ്ങനെ പല രീതിയിലും മറ്റുള്ളവർ ഈ വ്യക്തിയെ വിനിയോഗിക്കാൻ ശ്രമിച്ചു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഈ വ്യക്തി തിരിച്ചറിയുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തെയും സത്യത്തെയും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു വിരഹ ദുഃഖത്തിൽ നിന്നും, ഒറ്റപ്പെട്ടുള്ള ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ജീവിതം വളരെയധികം വട്ടപൂജ്യമായി മാറും എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നീതി ലഭിക്കുക തന്നെ ചെയ്യും ഈ ഒരു ബന്ധത്തിന്. കാരണം നിങ്ങളെ അത്രമേൽ ഈ വ്യക്തി ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.